ഫോണുകളുടെ കാര്യത്തിൽ ഞാൻ മുൻപ് ഇങ്ങനത്തെ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട്. അതായത് ഫോണുകൾ അതിൻ്റെ ഒപ്റ്റിമം ലെവൽ എത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില ആൾക്കാരെല്ലാം കളിയാക്കുന്നത് ഈ ഫോണിൽ നിനക്ക് വാഷിംഗ് മെഷീൻ വേണമെന്നുള്ള രീതിയിലൊക്കെ അത് കളിയാക്കുകയാണ്. ബട്ട് ദെൻ നമ്മൾ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് സ്ലാബ് ഫോൺ എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളെല്ലാം സ്ലാബ് രൂപത്തിലുള്ള ഫോണുകളാണ്. അതായത് കാലങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കാലമായിട്ട് ക്യാമറയുടെ പിക്സൽ കൂടി, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ബിഗർ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത്, കുറച്ചും കൂടെ ബാറ്ററി ലൈഫ്, അങ്ങനത്തെ ഫീച്ചേഴ്സിനപ്പുറത്തേക്ക് ഫോണിനെ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങാൻ ബൈ ചെയ്യാൻ ആ ഡിസിഷൻ നമ്മളെ എടുപ്പിക്കാൻ മാത്രമുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ ഓഫർ ചെയ്യാറില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് എല്ലാ കമ്പനികൾക്കും, എല്ലാ ഫോൺ മേക്കേഴ്സിനും ഇന്ന് ബിസിനസ് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, കാരണം ഇതിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് ഈ രൂപത്തിനകത്ത്. ഇനി അതല്ല, ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ലൈഫോ, ഇതൊക്കെ എഡ്ജ് യൂസ് കേസുകളാണ്. അതായത് എല്ലാവർക്കും വേണ്ട, സാധാരണക്കാരന് വേണ്ടുന്ന ഫീച്ചേഴ്സൊക്കെ നിലവിലെ ഫോണിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫീച്ചർ കൊണ്ടുവന്നാൽ അതൊരു ഇൻക്രിമെൻ്റൽ ചേഞ്ച് ആണ്. അതായത് ഒരു പുതിയ ഫോൺ വാങ്ങാൻ 50,000 1 ലക്ഷം ഒന്നും മുടക്കാൻ ഒരാൾ ഡിസിഷൻ എടുക്കാൻ അതുകൊണ്ട് സാധ്യതയില്ല. അപ്പോൾ ഇനി ഫോണിൽ വലിയൊരു മാറ്റം വരിക, ഈ ഫോണുകൾ ഇൻ്റലിജൻ്റ് ഡിവൈസുകളായിട്ട് മാറുന്നു. അപ്പോൾ ഫോൺ നമ്മുടെ പേഴ്സണൽ ജാർവീസ് ആയിരിക്കും. ഇപ്പോൾ അയൺമാനിൽ നമ്മൾ കണ്ടിട്ടില്ല, ഒരു ജാർവീസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജാർവീസ് ആവാൻ ഫോണിന് പറ്റും. നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് ഡാറ്റ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ പാറ്റന്റുകൾ ഇപ്പോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ഹെൽത്ത് റിലേറ്റഡ് പാറ്റന്റുകളാണ്. ഹെൽത്ത് പറഞ്ഞാൽ ഭയങ്കര ഇൻസെൻറ്റീവ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം എന്താ വെച്ചാൽ അയാൾ ഏറ്റവും കൂടുതൽ സമ്പത്തൊക്കെ ഉണ്ടായി വരല് ശരിക്ക് അയാളുടെ 20s 30s ഒന്നും അല്ല. ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് അയാൾ ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ലെവൽ അച്ചീവ് ചെയ്യുക. പക്ഷേ പിന്നുള്ളൊരു വിഷമമുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് കുറേ ജീവിതശൈലി രോഗങ്ങളും മറ്റുമൊക്കെ വരും. പിന്നീട് ഇവരൊരു വാർദ്ധക്യം എന്ന് പറയുന്ന അത്ര ഒന്നും ഹെൽത്തി അല്ലാത്തൊരു വാർദ്ധക്യം, പിന്നീട് അങ്ങോട്ട് മരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് നോർമലി മനുഷ്യൻ, അത്രേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ ഇവിടെ ഈ ആപ്പിളും ഗൂഗിളൊക്കെ ഒരു ഹെൽത്ത് ടെക് കമ്പനികളൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ടെക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകൾ ഒരുപാട് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്, എന്തൊക്കെ ഭക്ഷണം കഴിച്ചു, എവിടുന്ന് കഴിച്ചു, എത്ര ദൂരം ട്രാവൽ ചെയ്തു. ഇപ്പം നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ഇരുന്ന് സംസാരിക്കുന്നതെന്ന് വെക്കാം, കോഴിക്കോട്ടത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഗൂഗിളിന് അറിയാം, അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റംസിന് അറിയാം. ഇവിടെ ഇപ്പോൾ എന്തെല്ലാം പകർച്ചവ്യാധികൾ റണ്ണിങ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡാറ്റ സെറ്റ് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇനി ഇതന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഫ്രിഡ്ജുകൾ സ്മാർട്ട് ഫ്രിഡ്ജുകളായിരിക്കും. അതുപോലെ സ്മാർട്ട് ടോയ്ലറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ആശയം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമുക്ക് ബെറ്റർ പേഴ്സണലൈസ്ഡ് സർവീസുകൾ ഓഫർ ചെയ്യുന്നതിൽ ഒരു കണ്ണിയായിരിക്കും ഫോണ്. അതായത് ഫോണ് ഇപ്പോൾ ഇന്നൊരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആയിട്ട് നമ്മൾ കാണുന്നത്, പക്ഷേ ഫോൺ ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ആണ്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫോണാണ്, നെറ്റ്വർക്ക് ഫോണാണ്, ബിസിനസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ബാങ്കാണ് ഫോൺ അല്ലേ. അങ്ങനെ ഫോണിന് കുറേ റോളുണ്ട്. ഇനി ഈ ഫോൺ എന്ന് പറയേണ്ടത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഹോളിൻ്റെ ഭാഗമായിട്ട് മാറാൻ, അതായത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളുടെ ഒരു നെറ്റ്വർക്കിൽ ഒരു കണ്ണിയാവുക. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ലൈഫിൻ്റെ പേഴ്സണലൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും പേഴ്സണലൈസേഷൻ. ഇപ്പം ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു പനി വന്നാൽ എല്ലാവർക്കും പാരസിറ്റമോളാണ്, അത് ജനറൽ സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷെ അങ്ങനെ ആവില്ല. ഇപ്പം എൻ്റെ ജനറ്റിക് മേക്കപ്പ് അനുസരിച്ചിട്ട് എനിക്ക് പാരസിറ്റമോൾ ആവില്ല വേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, എൻ്റെ സ്മാർട്ട് ടോയ്ലറ്റ് എന്നുള്ള ഇൻഫർമേഷനും കൂടെ കിട്ടുമ്പോൾ പനിച്ചതിൻ്റെ റീസൺ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഞാൻ കഴിച്ച ഭക്ഷണം എന്താണ്, അത് എത്ര പഴകിയതാണെന്നുള്ളത് ചിലപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റാ ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഹ്യൂജ് സ്കോപ്പ് ഉണ്ട്. അതിൽ ഒരു കണ്ണിയായിരിക്കും ഫോൺ എന്നാണ് ഭാവിയിൽ ഉള്ളൊരു പോസിബിലിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നത്.